എനിക്ക് 1.5 വർഷമല്ലേ ആയിട്ടുള്ളൂ പാർട്ടിയിൽ. അപ്പോൾ കുറച്ചും കൂടെ 30 വർഷത്തോളം പാർട്ടിയിലൊക്കെ പ്രവർത്തിച്ച ഒരാളായിരിക്കും കുറച്ചുകൂടെ അഭികാമ്യം എന്നൊരു ചർച്ച ഉയർന്നു വന്നപ്പോൾ ഞാനതിനെ അംഗീകരിക്കുമായിരുന്നു. അതിനകത്ത് എനിക്ക് നിരാശയോ നീരസമോ ഒന്നുമില്ല. ഞാൻ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചതാണത്. ഇങ്ങനെ ഒരു പരിഗണന ആദ്യം ഉണ്ടായിരുന്നു, അത് ഇലക്ഷൻ്റെ സമയത്തൊക്കെ അങ്ങനെ തന്നെ കേട്ടിരുന്നു. അതിനുശേഷം ഇങ്ങനെ മാറിയപ്പോൾ അതിനുള്ള കാരണം പാർട്ടിക്ക് ഉണ്ടായിരുന്നു എന്ന് തന്നെ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ നിയമസഭയായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. അതിനുശേഷം ഏതെങ്കിലും തരത്തിൽ ആ മേയർ കാൻഡിഡേറ്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുകയാണ്, ഇങ്ങനെ വി രാജേഷിനെ പരിഗണിക്കുകയാണ്, അങ്ങനെ ഒരു കാര്യം നേതൃത്വം അറിയിച്ചിരുന്നു. ഈ അവസാന നിമിഷം മാത്രമാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, സമന്വയ ചർച്ചയ്ക്കും പിന്നെ പാർട്ടിയുടെ നേതൃത്വം എടുത്ത തീരുമാനത്തിൻ്റെയും പുറത്താണ് അങ്ങനെ വി രാജേഷ് ആയിരിക്കും മേയർ എന്ന് പറഞ്ഞതും അംഗീകരിച്ചതും. എല്ലാവരും ചേർന്ന് അംഗീകരിക്കുമെന്ന് ഞാനും അത് അംഗീകരിച്ചു. ഒന്നും ഇല്ലെന്നേ, അതൊക്കെ നിങ്ങൾ പറയുന്ന കഥകളല്ലേ. അങ്ങനെ അവഗണിക്കപ്പെട്ടതായിട്ടോ അങ്ങനെ എന്താണ് ചതിച്ചതായിട്ടോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. അതല്ല ഉണ്ടായത്. അങ്ങനെയാണ് 10 സ്ഥാനാർത്ഥികളോടൊപ്പം പ്രവർത്തിച്ച് അവരെ വിജയിപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ ചുമതല. അതാണ് പെട്ടെന്ന് മാറിയിട്ട് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന ദിവസമാണ് എൻ്റെ പേര് വീണ്ടും 3ാമത്തെ പ്രാവശ്യം ഒന്നും കൂടെ പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഈ പ്രതികരണമല്ല ഞാനിപ്പോൾ പറയുന്നത്. ഞാൻ ഹാപ്പിയാണ്, സംതൃപ്തിയാണ്. ഞാൻ കൗൺസിലറായിട്ട് ഒരു 5 വർഷത്തേക്ക് ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്നു. മോനെ, ഒരു അനുരഞ്ജനം വേണ്ടി വരുന്നത് എപ്പോഴാണ്? എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ്. ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല.